Hi and welcome to the new video. From this video onwards, we'll be discussing about discrete time Fourier series and then we'll slowly move on to discrete time Fourier transform. So we'll start with discrete time Fourier series. So continuous time already we discussed Fourier series. That's brief overview of Fourier series other series and transform. Okay. Now we will discuss discrete time Fourier series. Discrete time Fourier series discrete time സിഗ്നൽസിൻ്റെ കേസിലാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക അത് കോഎഫിഷ്യൻസ് എന്നുള്ള രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്യുക സോ സേ സി കെ ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ ഓവർ എൻ ഇൻ്റർവെൽ അല്ലെങ്കിൽ ഓവർ എ പീരീഡ് എൻ എന്നാണ് ഈ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ എന്നുള്ള ഒരു ഡ്യൂറേഷനാണ് ആ ലെങ്ത് നമുക്ക് എങ്ങനെയാ വെച്ചാൽ ചൂസ് ചെയ്യാം എക്സ് ഓഫ് എൻ ഇ റേസ് ടു -j2π/n kn ഇതാണ് ഡെഫിനിഷൻ ഇക്വേഷനിൽ വരുന്ന എക്സ്പോണൻഷ്യൽ ടേം ഇ റേസ് ടു -j2π/n kn and x of n is summation over n ck e raised to -j2π/n kn ഇതാണ് സീക്വൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ എക്സ് ഓഫ് എൻ എന്നുള്ള സീക്വൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഫൊറിയർ സീരീസ് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻസ് ആണ് സി കെ എന്ന് പറയുന്നത് സോ ദിസ് ഈസ് എ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് ആർ പീരിയോഡിക് വിത്ത് പീരിയോഡ് എൻ പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സി കെ എന്നാണല്ലോ ഈ സി കെ പ്ലസ് എൻ ആണ് നമ്മൾ അവിടുത്തെ പീരീഡ് പറഞ്ഞതെങ്കിൽ അതും ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും സി കെ തന്നെ കിട്ടും അത് നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷനിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യം തന്നെയാണുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഇത് വരും ഇ റേസ് ടു -jn2π/n ഒരു ടേം അവിടെ നമുക്ക് ക്യാൻസലായി അല്ലെങ്കിൽ അത് 1 ആയിട്ട് വരുന്ന രീതിയിൽ വരും അപ്പോൾ നമുക്ക് സെയിം ഇത് തന്നെ കിട്ടും സോ സി കെ പ്ലസ് എൻ ഈക്വൽ ടു സി കെ എന്നുള്ള രീതിയിൽ വരും അപ്പോൾ ജനറൽ ഇക്വേഷൻ ഇതാണ് ഫൊറിയർ സീരീസ് കോഎഫിഷ്യന്റിനെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ ഇതായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക സി കെ ഈക്വൽ ടു 1/n എന്ന് പറയുന്ന ഒരു പീരീഡ് ആയിട്ട് എടുക്കേണ്ടത് ഓവർ എൻ സമ്മേഷൻ ഓവർ എൻ എക്സ് ഓഫ് എൻ ഇ റേസ് ടു -j2π/n kn ഓക്കെ പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി സ്പെക്ട്രം ആൻഡ് ഫ്രീക്വൻസി റേഞ്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം okay so let us consider a periodic sequence x of n with period n and the sequence can be expressed in the discrete Fourier series as x of n equal to summation over n എന്നുള്ളതിന് പകരം ഞാനിവിടെ ഒന്ന് എഴുതിയെന്ന് മാത്രം k equal to 0 to n minus 1 so n ആണ് ഡ്യൂറേഷൻ ck e raised to j2π/n kn നേരത്തെ ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ തന്നെ and the values of this ck for k equal to 0 up to n minus 1 are called the discrete spectra or line spectra സോ ചിലപ്പോൾ അത് ചോദിക്കാൻ നമ്മളോട് ഡിസ്ക്രീറ്റ് സ്പെക്ട്ര കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്ര അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഏതാ സി കെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് ദിസ് സി കെ അപ്പിയേഴ്സ് അറ്റ് ഫ്രീക്വൻസീസ് ഒമേഗ കെ ഈക്വൽ ടു 2π/n k ഓക്കെ നമുക്ക് ഇവിടുന്ന് കാണാവുന്ന കാര്യം തന്നെയാണ് 2π/n k ഫ്രീക്വൻസികളിലാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് though ck appears at all integers from -infinity to infinity അതായത് ഇൻഫിനിറ്റ് ഡ്യൂറേഷനിൽ അത് കിടക്കുന്നുണ്ട് സി കെ എന്ന് പറയുന്നത് പക്ഷെ നമ്മളത് ഫോക്കസ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π എന്നുള്ള ഇൻ്റർവെല്ലിൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ പ്ലോട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ ആൻഡ് ദ ഫൊറിയർ സീരീസ് കോഎഫിഷ്യന്റ് സി കെ ആർ കോംപ്ലക്സ് ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദെയർ പോളാർ ഫോം സി കെ കോംപ്ലക്സ് ആണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം മോഡ് സി കെ ഇ റേസ് ടു ജെ ആംഗിൾ സി കെ എന്ന് എഴുതാം ഇനി ഇവിടെ നമ്മളോട് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രും ഫേസ് സ്പെക്ട്രും ഒക്കെ പ്ലോട്ട് ചെയ്യാൻ പറയാം സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി കെ വേഴ്സസ് അതായത് ഈ ഇത് വേഴ്സസ് ഒമേഗേനെ പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം അതേപോലെ ആംഗിൾ സി കെ വേഴ്സസ് ഒമേഗേനെ പറയുന്നതാണ് ഫേസ് സ്പെക്ട്രം ഈ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താ പറയുക E1 ആണ് ആൻഡ് ദിസ് തിങ് ഈസ് മറ്റേ സ്പെക്ട്രം എന്ന് പറയുന്നത് ഓഡാണ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്ര E1 in terms of omega ആണ് E1 in terms of omega അല്ലെങ്കിൽ K ആണ് E1 function of omega or K എന്ന് പറയാം E1 ഉദ്ദേശിക്കുന്നത് E1 function എന്നുള്ള രീതിയിലാണ് സോ E1 function of omega or K അതേപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ odd function of omega or K